IPL ലേലത്തിൽ ടീമുകൾ സ്വന്തമാക്കിയ മലയാളി താരങ്ങളെക്കുറിച്ചും ശ്രീലങ്കൻ താരം ശനകയുടെ ഒരു ഓവറിലെ 3 ബോളിൽ 30 റൺസ് അടിച്ചെടുത്ത സംഭവത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ. IPL ലേലം ഇന്നലെ അവസാനിച്ചപ്പോൾ സർഫറാസ് ഖാൻ ഉൾപ്പെടെ പല താരങ്ങൾക്കും ടീമുകളിൽ ഇടം നേടാൻ സാധിക്കാതെ പോയി. സർഫറാസിനെ കൂടാതെ പൃഥ്വി ഷാ, ഷർദുൽ ഠാക്കൂർ, ഡേവിഡ് വാർണർ, കെയ്ൻ വില്യംസൺ, ജോണി ബെയർസ്റ്റോ തുടങ്ങി പുറത്തിരുന്ന് കളി കാണാൻ വിധിക്കപ്പെട്ടവരിൽ ഒരുപാട് പ്രമുഖ താരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും മലയാളി കരുത്തിന് ശക്തി പകരാൻ 3 താരങ്ങളാണ് ഇത്തവണ ലേലത്തിൽ ടീമുകൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിനു വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന സച്ചിൻ ബേബിയാണ് അതിൽ പ്രധാനി. സച്ചിൻ ബേബിയെ 30 ലക്ഷത്തിന് ഹൈദരാബാദാണ് സ്വന്തമാക്കിയത്. വിഷ്ണു വിനോദിനെ 95 ലക്ഷത്തിന് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കി. സർപ്രൈസായി കടന്നുവന്ന മറ്റൊരു താരമാണ് വിഘ്നേഷ് പുത്തൂർ. ലേലം അവസാനിപ്പിക്കുന്ന അവസാന നിമിഷത്തിൽ ചൈനാമാൻ ബൗളറായ വിഘ്നേഷിനെ മുംബൈ സ്വന്തമാക്കുകയായിരുന്നു. വിഘ്നേഷ് ഇതുവരെ കേരളത്തിന്റെ സീനിയർ ടീമിൽ കളിക്കാത്ത താരമാണ്. ലേലത്തിന്റെ ആദ്യ ദിവസം ആരും വാങ്ങിക്കാതെയിരുന്ന ദേവ്ദത്ത് പടിക്കലിനെ അവസാനം 2 കോടിക്ക് RCB സ്വന്തമാക്കി. സച്ചിന്റെ മകൻ അർജുനെ ആരും വാങ്ങിക്കാൻ മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ മുംബൈ 30 ലക്ഷത്തിന് സ്വന്തമാക്കി. മറ്റൊരു അപ്ഡേറ്റ് ശ്രീലങ്കൻ താരം ശനകയുമായി ബന്ധപ്പെട്ടതാണ്. അബുദാബി T10 ലീഗിന്റെ ഇടയിലാണ് സംഭവം. ബംഗ്ലാ ടൈഗേഴ്സ് താരമാണ് ശനക. ഡൽഹി ബുൾസിനെതിരെ 9ാം ഓവർ ബൗൾ ചെയ്യാനെത്തിയ ശനകയുടെ ആദ്യ ബോൾ ഡൽഹി ബുൾസിന്റെ നിഖിൽ ചൗധരി ബൗണ്ടറി കടത്തി. 2ാം ബോൾ നോ ബോൾ ആയിരുന്നു, അതും ബൗണ്ടറി കടത്തി. താളം തെറ്റിയ ശനക 2ാം ബോൾ വീണ്ടും എറിഞ്ഞപ്പോൾ അതും നോ ബോൾ, അവിടെയും ബൗണ്ടറി പിറന്നു. വീണ്ടും 2ാം ബോൾ എറിഞ്ഞപ്പോൾ അതും ബൗണ്ടറി. 3ാം ബോളിൽ 6. അങ്ങനെ 3 ബോളിൽ 24 റൺസ് വഴങ്ങിയ താരം 4ാം ബോൾ എറിഞ്ഞപ്പോൾ അത് നോ ബോൾ, ആ ബോൾ വീണ്ടും എറിഞ്ഞപ്പോൾ നോ ബോളും ഒപ്പം 4ഉം. അങ്ങനെ 3 ബോളിൽ 30 റൺസ് വിട്ടുകൊടുത്തു. പക്ഷേ അടുത്ത 3 ബോളിൽ വെറും 3 റൺസ് മാത്രമാണ് ശനക വിട്ടുകൊടുത്തത്. മത്സരത്തിൽ ഡൽഹി 10 ഓവറിൽ 123 റൺസ് നേടിയെങ്കിലും 15 ബോളിൽ 50 റൺസ് അടിച്ച ലിയാൻ ലിവിങ്സ്റ്റണും 40 ബോളിൽ 33 റൺസ് നേടിയ ശനകയും ബംഗ്ലാ ടൈഗേഴ്സിനെ വിജയത്തിലെത്തിച്ചു. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളുമായി വീണ്ടും കാണാം.